BJP പാർലമെന്ററി ബോർഡ് യോഗം ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ഈ മാസം 21-നാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നന്ദഗോപൻ, വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഡൽഹി BJP ആസ്ഥാനത്ത് ചേരുന്നത്. BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗമാണ് കൂടുന്നത്. പ്രധാനമായും ഉള്ള അജണ്ട എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ്. 21-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. കഴിഞ്ഞ ദിവസം ചേർന്ന NDA യോഗം പ്രധാനമന്ത്രിയെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനുള്ള അധികാരം കൈമാറിയിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏകദേശ ധാരണ ഇന്നത്തെ യോഗത്തിലുണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ നന്ദഗോപൻ? വിനോദ്, BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗം ഇപ്പോൾ ഡൽഹിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ BJP ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം യെദ്യൂരപ്പ, ഇങ്ങനെ 11 അംഗ ഒരു സമിതിയാണ് ഈ പാർലമെന്ററി ബോർഡ് എന്നുള്ളത്. ഈ 11 അംഗ സമിതി ഇന്നിപ്പോൾ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ പ്രധാനമായും NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കും. അതിനുശേഷം BJPയുടെ സഖ്യകക്ഷികളായിട്ടുള്ള TDP അടക്കമുള്ളവർ, മുന്നണിയിലുള്ള മറ്റ് കക്ഷികളെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാണ് എന്നുള്ളത് അറിയിക്കും. നേരത്തെ തന്നെ ഈ സഖ്യകക്ഷികൾ ചന്ദ്രബാബു നായിഡു ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും BJPക്ക് പ്രധാനമന്ത്രിക്ക് പരമാധികാരം നൽകിയിരുന്നു ആരാണ് ഉപരാഷ്ട്രപതിയാകേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി. അതുകൂടാതെ കഴിഞ്ഞ ദിവസം NDA യോഗത്തിലും ഇക്കാര്യം തീരുമാനമായിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കാണ് അതിൻ്റെ ചുമതല. ഇന്നിപ്പോൾ ഈ ഒരു യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പല പേരുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു തുടങ്ങി. ജമ്മു കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി, ഒപ്പം തന്നെ ബീഹാർ ഗവർണറും മുൻ കേരള ഗവർണറുമായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ, ഇങ്ങനെ നിരവധി പേരുകൾ ഇങ്ങനെ ഇതിനോടകം തന്നെ ചർച്ചകൾ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അന്തിമമായിട്ടുള്ള, നമുക്കറിയാം എല്ലാ കാര്യത്തിലും ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു സസ്പെൻസ് നിലനിർത്തുന്ന, സർപ്രൈസ് നിലനിർത്തുന്ന പാർട്ടിയാണ് BJP എന്നുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് അത് വളരെ സർപ്രൈസ് ആയിട്ടായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു യോഗത്തിന് ശേഷം ആ പ്രഖ്യാപനം ഉണ്ടാകാം. ഇല്ലെങ്കിൽ മുതിർന്ന മറ്റ് NDAയുടെ സഖ്യകക്ഷികളായിട്ടുള്ള നേതാക്കളെ കൂടി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിച്ച ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുക. ഇതുകൂടാതെ മന്ത്രിസഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിച്ചുപണികൾ വേണമോ എന്നുള്ള കാര്യത്തിലൊരു ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനുപരി അടുത്ത വർഷം ഏതാണ്ട് 70 പേർ BJPയുടെ 70 പേർ രാജ്യസഭയിൽ നിന്നും ഒഴിയുകയാണ്. ആ സീറ്റ് നികത്തുവാനുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പ്രധാനമായും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചയാകും ഇന്നത്തെ ഈ പാർലമെന്ററി ബോർഡ് യോഗത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 21-ാം തീയതിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന തീയതി. 21-ാം തീയതിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് തന്നെ ഇന്ന് ഡൽഹിയിൽ ഇപ്പോൾ തുടരുന്ന BJP പാർലമെന്ററി ബോർഡ് യോഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ യോഗത്തിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു ധാരണയാകും എന്നുള്ള വാർത്തകളാണ് നന്ദഗോപൻ കൈമാറുന്നത്.